ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരൊറ്റ ദിവസത്തെ ട്രിപ്പ് കൊണ്ട് തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും മികച്ച കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ട്രിപ്പായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് 1-ാം തീയതി ഉച്ചയ്ക്ക് ജനശതാബ്ദിക്കാണ് പുറപ്പെട്ടത്. ടിക്കറ്റൊക്കെ തൽക്കാലിലാണ് കേട്ടോ വാങ്ങിയത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഏകദേശം രാത്രി ഒരു 9:30-10 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. പിന്നീട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് നേരെ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഉത്തരാടൻ ടവറിലേക്കാണ്. ഉത്തരാടൻ ടവറിൽ ഞങ്ങളൊരു 2 ബെഡ്റൂം ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഫാമിലി ഉണ്ട്, ഞാനും അനിയത്തിയുമാണ്. 2 പേരുടെയും ഫാമിലി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 2 ബെഡ്റൂം ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 2 ബെഡ്റൂം AC ആണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയ പോലത്തെ സ്ഥലവും ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഉടനെ പുലർച്ചയ്ക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ പോക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. രാവിലെ 5:30ക്കാണ് പോയത്. തൊഴുതു വരാൻ സമയമെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ പോയത്. അവിടെ കറക്റ്റ് ഓരോരോ ടൈമിംഗ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നത്. അവിടേക്ക് മൊബൈലൊന്നും കൊണ്ടു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ മൊബൈൽ ക്ലോക്ക് ടവറിലൊക്കെ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് എടുത്തു തന്നെ ഉള്ളൂ. തൊഴുതൊക്കെ പുറത്ത് വന്നു. അതിന് ശേഷമാണ് ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അവിടെ പ്രധാനമായും അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നീട് നേരെ പോകുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് രാവിലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും പോയി വരാൻ സാധിക്കും. നേരത്തെ ഒന്ന് ഇറങ്ങണമെന്നേ ഉള്ളൂ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടാണ് നാരങ്ങ വിളക്ക് സമർപ്പണം. നമുക്ക് അതാത് ദിവസം തന്നെ ഷീട്ടാക്കി ചെയ്യാൻ പറ്റുന്നതാണ്. നാരങ്ങയുടെ തോടിലാണ് തിരി വെച്ച് കത്തിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ പോയത് പഴവങ്ങാടി ഗണപതി ടെമ്പിളിലേക്കാണ്. അവിടെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഞങ്ങൾ പോകുന്നത് ആഴിമല ശിവ ടെമ്പിളിലേക്കാണ്. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ആഴിമല ശിവ ടെമ്പിൾ. അവിടുത്തെ മെഡിറ്റേഷൻ കേവ് ടെമ്പിളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിവിടെ. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കുള്ള ഫോട്ടോയൊന്നും പലപ്പോഴും ഇവിടെ നിന്ന് കിട്ടാറില്ല. വീഡിയോയുടെ കൂടെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. 58 അടി ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആഴിമല ശിവ ടെമ്പിൾ. അമ്പല സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരം പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. ശംഖുമുഖം ബീച്ചിൽ ന്യൂ ഇയർ പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ധാരാളം ലൈറ്റും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ശംഖുമുഖം ബീച്ച്. ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ശില്പം, അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഒരുപാട് എടുക്കാൻ പറ്റും. അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ ഉള്ളിലൊന്നും കയറി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോന്നു. പിന്നെ നേരെ പോകുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലേക്കാണ്. കനകക്കുന്ന് കൊട്ടാരത്തിൽ ന്യൂ ഇയർ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഷൂട്ട് എടുക്കാനോ അതൊന്നും സാധിക്കില്ല. ഇവിടെ ലൈറ്റുകൾ കൊണ്ടൊക്കെ അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് തന്നെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നീട് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ വിൻറ്റേജ് ഷൂട്ടിനുമൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴും ആൾക്കാർക്ക് ധാരാളം പെട്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്തത്. തിരുവനന്തപുരത്ത് കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോകുന്നത് പോത്തീസിലേക്കാണ്.
എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യണമല്ലോ, ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോത്തീസിൽ പോയത്. കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് വാങ്ങി. വളരെ വിലക്കുറവിൽ സാരീസും ചുരിദാർ മെറ്റീരിയലും ഒക്കെ ഇവിടെ കിട്ടാനുണ്ട്. പിന്നെ സെലക്ഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം സമയം എടുക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചൊക്കെ തിരഞ്ഞു പിടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പോത്തീസിൽ കൂടി പോയതിന് ശേഷം അന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിനിന് ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടൂറൊന്നും അടിപൊളിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്